CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചൂണ്ടൽ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന മഹിളാ കോൺഗ്രസ് നേതാക്കളെ കോൺഗ്രസ് പുറത്താക്കി. വിമത സ്ഥാനാർത്ഥികളായ റുബീന അൻവർ, TK കൊച്ച എന്നിവരെയാണ് 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. തൃത്താലയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരന് തെരുവുനായയുടെ കടിയേറ്റു. കുട്ടിക്ക് മുഖത്ത് ഗുരുതര പരിക്ക്. പ്രദേശത്ത് വച്ച് മറ്റു 2 പേർക്കും കടിയേറ്റു. തൃത്താല ആശുപത്രി മേൽഭാഗം പ്രദേശത്ത് താമസിക്കുന്ന അഷ്റഫിന്റെ മകൻ ബിലാലിനാണ് കടിയേറ്റത്. ഗുരുതര പരിക്കേറ്റ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏകാദശിയുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഷഷ്ടിവിളക്ക് തെളിഞ്ഞു. അഷ്ടമി വിളക്കായ വെള്ളിയാഴ്ച മുതൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും. ചാവക്കാട് നഗരസഭ 6ാം വാർഡ് LDF സ്ഥാനാർത്ഥി ഷബ്ന ഫസലുവിന് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റു. സ്കൂട്ടർ ഓടിച്ചു പോകുന്നതിനിടെ ചാവക്കാട് പോലീസ് സ്റ്റേഷന് പിറകുവശത്ത് വെച്ച് പൂച്ച റോഡിനു കുറുകെ ചാടിയതാണ് അപകടത്തിനിടയാക്കിയത്. പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ചാവക്കാട് തിരുവത്ര കുഞ്ചേരി 4ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ഫ്ലക്സ് ബോർഡ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. സംഭവത്തിൽ BJP 4ാം വാർഡ് കമ്മിറ്റി പ്രതിഷേധിച്ചു. 10ലേറെ വാദ്യോപകരണങ്ങളോടെ അവതരിപ്പിച്ച താളവാദ്യ സമന്വയം ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് വേറിട്ട നാദമധുരമായി. ഗുരുവായൂർ ദേവസ്വം വാദ്യവിദ്യാലയത്തിലെ ഗുരുക്കന്മാർ ചേർന്നാണ് താളവാദ്യ സമന്വയം അവതരിപ്പിച്ചത്. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളെ ഇടിച്ചുവീഴ്ത്തി നിർത്താതെ പോയ കാർ ഡ്രൈവറെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. മേലെ പട്ടാമ്പി വയസ്സത്തോടി വീട്ടിൽ 54 വയസ്സുള്ള സുബൈറിനെയാണ് എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 23-ന് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ വെച്ചാണ് വെള്ളിത്തിരുത്തി സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിൽ സുബൈർ ഓടിച്ചിരുന്ന കാർ ഇടിച്ചത്. വെള്ളറക്കാട് ചിറമനങ്ങാട് നെല്ലിക്കുന്നിൽ അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് എരുമപ്പെട്ടി പോലീസ് തടഞ്ഞു. മണ്ണെടുപ്പ് നടത്തിയിരുന്ന വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. 1 JCBയും 2 ടിപ്പർ ലോറികളുമാണ് പോലീസ് പിടികൂടിയത്. പുന്നയൂർ എരിമൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ പൊളിച്ച് പണം കവർന്നു. 10,000 രൂപ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം നഗരസഭയിലെ ആരോഗ്യകാര്യ പരിസ്ഥിതി പരിപാലന വിഭാഗം എൻഫോഴ്സ്മെന്റ് ഹെൽത്ത് സ്ക്വാഡ് പ്രവർത്തനത്തിന്റെ ഭാഗമായി പരിശോധന നടത്തി. കുന്നംകുളം തൃശൂർ റോഡിൽ കാക്കശ്ശേരി സൂക്കിൽ പ്രവർത്തിക്കുന്ന എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പഴകിയ ഭക്ഷ്യപദാർത്ഥങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. സ്ഥാപനത്തിന് പിഴ ഈടാക്കി. പഴഞ്ഞി പെരുന്തുരുത്തിയിൽ DYFI പ്രവർത്തകർ സ്ഥാപിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർത്ത നിലയിൽ. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകുമെന്ന് പ്രാദേശിക നേതൃത്വം അറിയിച്ചു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പള്ളിയിൽ പരിശുദ്ധനായ മോർ യാക്കോബ് മഫസ്കോ സഹദായുടെ 1604-ാം ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. കിടങ്ങൂർ വലിയുല്ലാഹി സുൽത്താൻ കുഞ്ഞുമുട്ടി മസ്താനുപ്പാപ്പ തങ്ങളുടെ 51ാമത് ആണ്ടുനേർച്ച വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിൽ നയിക്കുന്ന തീരദേശ ബൈബിൾ കൺവെൻഷന് തുടക്കമായി. എരുമപ്പെട്ടി തിപ്പല്ലൂർ ശിവശക്തി വിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.